ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിന് പോണ സമയത്ത് ഞാൻ പ്രയോഗിക്കുന്ന കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ ഷോപ്പിംഗ് പോണതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വന്നൊരു കമൻറ്റാണ് കേട്ടോ, ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടും ബില്ല് കുറവാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ചെയ്യണ കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പിംഗ് മോൾ അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പോണ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയണത് നമ്മളെ നന്നാക്കാനിരിക്കുന്ന ആൾക്കാരല്ലല്ലോ, ഓരോ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കൂലേ. അപ്പോൾ ഈ ഷോപ്പിങ്ങിന് പോണ സമയത്ത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരു ചെയ്യണ കുറച്ച് ടെക്നിക്ക് നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക സൈക്കോളജിക്കലി നമ്മൾ അങ്ങോട്ട് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, കടത്തി വെട്ടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിൽ കാര്യങ്ങളൊക്കെ വാങ്ങി നല്ല അടിപൊളിയായിട്ടൊരു ഷോപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ടത് നമ്മൾ ഷോപ്പിംഗ് പോണേനേക്കാൾ മുമ്പേ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ വാങ്ങേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ടാവണം. അല്ലെങ്കിൽ നമുക്കൊരു അന്തവും കുന്തും ഇല്ലാത്ത ഷോപ്പിംഗ് ആയിരിക്കും. അങ്ങോട്ട് കയറലും എന്താ എടുക്കേണ്ടത്, എവിടുന്ന് എടുക്കേണ്ടത്, അതെടുക്കണം ഇതെടുക്കണം മൊത്തത്തിൽ പിന്നെ നമ്മൾ ആ ട്രോളി നിറയും വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും നമ്മളെ ഷോപ്പിംഗ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളെ ഷോപ്പിങ്ങിനെ കൊണ്ടുപോകാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഇന്ന കാര്യങ്ങളാണ് എനിക്ക് ഷോപ്പ് ചെയ്യേണ്ടത് എന്നുള്ള നല്ല വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിൽ വേണം നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അടിപൊളി ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഈ സാധനം ഇന്ന സാധനങ്ങളൊക്കെയാണ് നമുക്ക് വാങ്ങേണ്ടതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഇത്ര ബഡ്ജറ്റാണുള്ളത്, ആ ഒരു പൈസേൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഈ സാധനങ്ങൾ ആ പൈസേൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ എഴുതിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ മൈൻഡിലൊക്കെ സെറ്റാക്കി നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മളെ സൂപ്പർ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് അവിടെ തുടങ്ങും. ഫസ്റ്റ് നമ്മൾ കയറുന്ന ആ ഒരു സമയത്ത് നമ്മൾ ട്രോളി എടുക്കുന്ന ആ ഒരു സമയം മുതൽ നമ്മളെ മൈൻഡിനെ അവർ ട്രിഗർ ചെയ്യാൻ തുടങ്ങും. ഈ ട്രോളിയിൽ ഇപ്പം എത്രമാത്രം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മോഡലിലുള്ള ട്രോളി ആയിരിക്കില്ലേ അധികം സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവുക. മറ്റേ ബാസ്ക്കറ്റ് പോലത്തെ ട്രോളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സൗകര്യം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ട്രോളിയാണ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റുകാർ വെക്കും ചെയ്യുക ഈ ഒരു ട്രോളിയാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞ് ഷോപ്പിംഗ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ ഉന്തിക്കൊണ്ടാവാൻ സംഗതിയൊക്കെ അടിപൊളിയാണ്. നമുക്ക് കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട സംഗതിയൊന്നും ഇല്ല. നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ബില്ല് ചെയ്യണ സമയത്ത് ഉന്തിക്കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വെടുപ്പായിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ട്രോളീൻ്റെ അകത്തൊരു സൈക്കോളജിക്കലി മൂവ് നടത്തുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വലിയ ട്രോളി ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ലിസ്റ്റൊക്കെ കൊണ്ടാണ് പോയെന്നുണ്ടെങ്കിലും ആകെ ഒരു 5-6 സാധനം വാങ്ങാനുള്ള ഒരു ലിസ്റ്റാണ് നമ്മളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രോളിയിലേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു ട്രോളി നിറഞ്ഞ് കാണുമ്പോഴാണ് നമ്മളെ മനസ്സിന് എന്തുണ്ടാവുക, ആ ഒരു ട്രോളി നിറയണമെങ്കിൽ എത്രമാത്രം സാധനങ്ങൾ വേണം. അപ്പം നമ്മളൊരു 5-6 സാധനം ആ ഒരു ട്രോളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിലേക്ക് പെട്ടെന്ന് പോണ ചിന്ത എന്തായാലും വന്നതല്ലേ, എന്നാൽ പിന്നെ ഓഫറുള്ള എന്തെങ്കിലും സാധനങ്ങളും കൂടി വാങ്ങാം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ വിട്ടുപോയല്ലോ, ഈ ഒരു ട്രോളി നിറയാത്ത ആ ഒരു ഇത് നമ്മളെ മൈൻഡിലുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു വിട്ടുപോയല്ലോ അല്ലെങ്കിൽ എന്തായാലും വന്നതല്ലേ കുറച്ചുകൂടി സാധനം വാങ്ങാമെന്നുള്ള ആ ഒരു തോട്ട് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വലിയൊരു ട്രോളിക്ക് വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളും ഷോപ്പ് ചെയ്യണ സമയത്ത് അങ്ങനെ വിചാരിച്ചിനോ അങ്ങനെ ചിന്തിച്ചിനോ എന്നുള്ള കാര്യം. അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ ഷോപ്പിംഗ് അങ്ങോട്ട് ചെയ്ത് തുടങ്ങുമ്പോഴുണ്ടാവും ഒരു ചോപ്പ് അക്ഷരത്തിൽ ഓഫർ എന്നുള്ളത് അങ്ങോട്ട് കണ്ണിപ്പിടാം. അതങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലാനിങ്ങും ഇല്ല, നമ്മളെ കൊണ്ടുവന്ന ലിസ്റ്റും ഇല്ല, ഒരു ചുക്കും മണ്ണാങ്കട്ടില്ലാത്ത അവസ്ഥയായിരിക്കും. പിന്നെ അതിൻ്റെ വയ്യാലെ പോക്കായിരിക്കും ഉണ്ടാവില്ല. എന്താപ്പോൾ ആ ഒരു ഓഫർ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയായിരിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അങ്ങനത്തെ ഓഫറായിരിക്കും ഒരു ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതെന്തായാലും നമ്മൾ എടുക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഓഫറുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അത് ഓഫറിൽ കിട്ടുമ്പോൾ അത് വാങ്ങണ്ടെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആ ഒരു ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഉചിതമായിട്ട് നമുക്ക് തീരുമാനിക്കാതുള്ളതുള്ളൂ. ഈ ഓഫറിലുള്ള സാധനങ്ങൾ വാങ്ങിയാൽ അത് വലിയ മണ്ടത്തരാണെന്നുള്ളതൊന്നുമില്ല. അപ്പോൾ ഓഫറിലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ എക്സ്പയറി ഡേറ്റ് കഴിയാനായ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓഫറിലിടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഷാമ്പൂ അതുപോലെ തന്നെ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഫറിൽ എക്സ്പയറി ഡേറ്റ് ആവാനായത് 2 വലിയ ബോട്ടിൽ ഇത്ര പൈസ കുറവിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് മൊത്തം നമ്മൾ ഉപയോഗിച്ച് തീരൂലല്ലേ. അപ്പോൾ അതെന്തായാലും നമുക്കൊരു വേസ്റ്റായി പോകും സാധനം. അപ്പോൾ അങ്ങനെയുള്ളത് മനസ്സിലാക്കി ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഓഫറിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്.
പിന്നെയുള്ളത് ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഇതുപോലെ തന്നെ ചോക്കോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, മുസ്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതാണ് കേട്ടോ. വലിയ ഇങ്ങനത്തെ പാക്ക് വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ടേസ്റ്റ് എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് പെട്ടെന്ന് മടുത്തു പോകും. അപ്പോൾ അതിൻ്റെ പൈസ കണക്കാക്കിയിട്ട് അത് ലാഭമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി പിന്നെ അത് വേസ്റ്റായി കുട്ടികൾ കഴിക്കാണ്ടാവുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ സാഷേ പാക്കോ അല്ലെങ്കിൽ സാമ്പിൾ പാക്കൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനത്തെ പാക്ക് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത്. പിന്നുള്ളത് ഇവർ റാക്ക് അറേഞ്ച് ചെയ്യണതിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഐ കോണ്ടാക്റ്റിൽ വരുന്ന സ്ഥലത്ത് ഉള്ള റാക്കിൻ്റെ മുകളിൽ വെക്കുന്ന സംഗതികളൊക്കെ ഓർക്ക് കൂടുതൽ മാർജിൻ കിട്ടുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളും കുറച്ച് വില കൂടിയ ബ്രാൻഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മേലേക്കുള്ള റാക്കും താഴേക്കുള്ള റാക്കും ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഷോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഈ പ്രൈസ് കമ്പയർ ചെയ്യണ കാര്യം പറയുമ്പോണ്ടല്ലോ, ചില ആൾക്കാർക്കൊക്കെ മടിയായിരിക്കും ഇങ്ങനെ പ്രൈസ് നോക്കി സാധനങ്ങൾ ഓരോരോ സാധനങ്ങൾ എടുത്ത് അതിൻ്റെ ഓരോരോ പ്രൈസ് നോക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തിനാണ് നമ്മൾ മടി വിചാരിക്കുന്നത്? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസയല്ലേ, അത് കൊടുത്തിട്ടൊരു സാധനം വാങ്ങാന്നുള്ള കാര്യം ചെയ്യുമ്പോൾ അത്ര നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അധ്വാനിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു ലെവലിൽ തന്നെ നിന്ന് നമ്മൾ ചിന്തിക്കണമല്ലേ. നമ്മളെ കയ്യിലുള്ള പൈസ ചിലവാക്കണ സമയത്തും നമ്മൾ ആ ഒരു ശ്രദ്ധയോടെ തന്നെ അല്ലെങ്കിൽ അത്ര തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു നാണക്കേടോ അല്ലെങ്കിൽ ഇതിപ്പോൾ മോശപ്പെട്ട കാര്യമോ ഒന്നുമല്ല. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അത് നമുക്ക് വേർത്താണോ, ഈ ഒരു പൈസക്ക് നമുക്ക് വേർത്താണോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ട് തന്നെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഈ ഷോപ്പ് ചെയ്യണ സമയത്തുണ്ടല്ലോ, ഈ റാക്കിൻ്റെ മുന്നത്തെ നിരയുന്ന സാധനങ്ങൾ എടുക്കാണ്ട് പ്രൊഡക്റ്റ് കുറച്ച് ബേക്കിൽ നിന്ന് എടുത്ത് നോക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് എടുത്ത് നോക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി എക്സ്പയറി ഡേറ്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും. ഇത് മെയിനായിട്ട് നമുക്ക് പെട്ടെന്ന് ചീത്തയായി പോയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ സമയത്ത് അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ബേക്കിൽ നിന്നൊന്ന് എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ദിവസം കൂടി എക്സ്പയറി ഡേറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വന്നത് എന്തിനാന്ന് വെച്ചാൽ കുറേ ദിവസമായി മക്കൾ ഡ്രീം കേക്ക് ഉണ്ടാക്കി തമ്മേ, ഡ്രീം കേക്ക് വാങ്ങിത്താന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങാന്ന് പറഞ്ഞാൽ അതിന് ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ നമ്മളെ പൂതി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കല്ലോ. അപ്പോൾ അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വരവേനി. അപ്പോൾ എന്തായാലും അതിൻ്റെ ഈ ബോക്സ് ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് നോക്കിയ സമയത്ത് അത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിന് 25 റുപ്യ വരുന്നുണ്ട്. അപ്പോൾ അതൊരു 4, 2, 3 ഒക്കെ വാങ്ങുമ്പോഴത്തേക്ക് നല്ല പൈസ ആവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ട്രേ വാങ്ങാം. അപ്പോൾ നമുക്ക് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കണം. എനിക്ക് പുഡിംഗ് ട്രേ ഇല്ല. അപ്പോൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഉപകാരം ആവുമല്ലോ. അപ്പോൾ അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനം ഒരു കുറച്ച് പൈസയും കൂടി കൂട്ടിയാലും പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യമില്ല. അപ്പോൾ എന്തായാലും ഒരു ട്രേയും വാങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കിരിപ്പിത്തിരി സാധനങ്ങൾ വാങ്ങാനാണ് നമ്മൾ കാര്യമായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ചെയ്യണ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ചെയ്യണ കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉള്ളവരൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പോണ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് ചിലപ്പം പറ്റിയെന്ന് വരില്ല. പറ്റിക്കാൻ മീൻസ് ട്രാപ്പിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവർ ചെയ്യണ ഒരു കാര്യമാണ് റാക്കിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കാളും. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെന്ന് സാധനം എടുത്ത സ്ഥാനത്തായിരിക്കില്ല ചിലപ്പം പഞ്ചസാര ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സ്ഥാനം മാറും. അപ്പോൾ നമ്മളിങ്ങനെ പരതി നടക്കുമല്ലോ. അപ്പം അങ്ങനെ പരതുമ്പോഴായിരിക്കും ചിലപ്പം ഈ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മളെ കണ്ണുപെടുക. അപ്പം അങ്ങനെയുള്ള ഈ സ്ഥിരമായിട്ട് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിനെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണ് ഈ റാക്കിൻ്റെ പൊസിഷൻ മാറ്റുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇന്ന് പോയ സ്ഥലത്തായിരിക്കില്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ ഒരു സാധനം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി നമ്മളെ കയ്യിലുള്ള ലിസ്റ്റ് പ്രകാരം നേരിട്ട് പോകും. ആ സാധനം എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാകുമ്പോൾ അപ്പോൾ ആ ഒരു സാധനം എടുക്കും, നമ്മൾ ബില്ല് ചെയ്യില്ലേ. അപ്പോൾ പിന്നെ അവിടെ വേറെ പരതലും കാര്യങ്ങളൊന്നുമില്ല. ഈ പരതലിലാണ് നമ്മൾ ഫുൾ അടിപതറി പോണത്. ഈ പരതി വരുമ്പോഴാണ് അത് വേണം ഇത് വേണമെങ്കിൽ എല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളായി മാറുക. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ ഇവർ പിടിക്കുക. പിന്നെ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കൗണ്ടറിൽ ബില്ലടിക്കാൻ എത്തുമ്പോഴോ അവിടെ ആയിരിക്കും ഈ അമ്മമാരെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അവിടെ ആയിരിക്കും ഇതുപോലെ ചോക്ലേറ്റിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബില്ലടിക്കുമ്പോൾ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾ ഈ ചോക്ലേറ്റ് കാണും. അപ്പോൾ എന്തായാലും ആ ഒരു ചോക്ലേറ്റ് വാങ്ങാണ്ട് നിവർത്തി ഉണ്ടാവില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ സ്ഥാനം എപ്പോഴും സൂപ്പർ മാർക്കറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ബിൽ കൗണ്ടറിൻ്റെ ആ ഒരു ടേബിളിൻ്റെ മുകളിലുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാൻഡിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് കഴിയണതും കുട്ടികളെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാണ്ടിരിക്കുക. ഇനിയിപ്പം കുട്ടികളെ കാര്യം എവിടെ കെട്ടെ, ഇപ്പം നമ്മളാണെങ്കിലും വയറ് വിശന്നിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നല്ലോണം വയറൊക്കെ നിറച്ച് നല്ലോണം ചോറൊക്കെ തിന്നതിന് ശേഷം ഷോപ്പ് ചെയ്യാൻ പോയാൽ മതി. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് നമ്മളെ ട്രിഗർ ചെയ്യും. ഈ ഷോപ്പ് ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെന്താവും കൈ കിട്ടും, നമ്മളെ ആ ഒരു ഇമോഷൻ അങ്ങനെ വിശന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെയായിരിക്കും തോന്നുക ആ സാധനങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അത് കഴിക്കണം. പെട്ടെന്ന് കഴിയല്ലോ, അപ്പം നമ്മൾ വേറെ ഉണ്ടാക്കും പിടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ബേക്കറി ഐറ്റംസും സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് വയറൊക്കെ ഫുള്ളാക്കിയതിന് ശേഷം ഷോപ്പിങ്ങിന് പോവാം. വിചാരിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്ത് വട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ ബുദ്ധിപരമായിട്ടുള്ളത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ വിശന്ന് നിൽക്കുന്ന സമയത്ത് വേഗം നമ്മളെ കൈയും നമ്മളെ മനസ്സും പോവുക ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി റെഡിയാക്കി കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളിലേക്കായിരിക്കും. ഇതുപോലെ സ്നാക്സ് ബേക്കറി ഐറ്റംസിലേക്ക് തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. ഇനിയിപ്പോൾ ഈ കടമ്പൊക്കെ കടന്നു കഴിഞ്ഞ് നമ്മൾ ബില്ലിങ് ചെയ്യാൻ വേണ്ടി എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ബില്ലിങ് ടേബിളിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം കുറേ സാധനങ്ങൾ ഉണ്ടാവും വെച്ചിരിക്കണേ അല്ലേ. പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് വാങ്ങണം തോന്നുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഇത്രയൊക്കെ വാങ്ങി, ഇത് ഞാൻ വാങ്ങിയില്ലല്ലോ, അങ്ങനെ തോന്നുന്ന കുറേ സാധനങ്ങൾ ആ ഒരു ടേബിളിൻ്റെ മുകളിലുണ്ടാവും. എന്നാൽ പിന്നെ ഇതും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കൂലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങാം. നമ്മളെ ബഡ്ജറ്റിൻ്റെ ഒത്ത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഈ പൈസ ഈ സ്വൈപ്പ് ചെയ്തിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടുള്ള പരിപാടി നമ്മൾ കഴിവതും ഒഴിവാക്കുക. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണ്. ഇനിയിപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതാണെന്ന് അറിയില്ല. നമ്മൾ പൈസ കൈകൊണ്ട് കൊടുത്ത് ആ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആ പൈസ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ നേരിട്ട് പൈസയും ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ കൈകൊണ്ട് കൊടുക്കുമ്പോഴുള്ള ആ ഒരു കണക്ഷൻ ഒരിക്കലും നമ്മൾ ആ അക്കൗണ്ട് വഴി ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണത് വഴി കിട്ടൂല. അത് പിന്നുള്ള കണക്കിലേക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി പോകും. നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ പോകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഇത്ര ബഡ്ജറ്റിലാണ് ഞാൻ സാധനം വാങ്ങിയത്, അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഇനി വാങ്ങണ്ട, അങ്ങനെ ബഡ്ജറ്റ് അന്നേരം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സാധനങ്ങൾ വാങ്ങാനുള്ള ആ ഒരു മൈൻഡ് നമുക്ക് കിട്ടും. പിന്നെ ഈ ഷോപ്പിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഓരോരുത്തരുടെ റേഞ്ചും വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പോൾ ഓരോരുത്തരുടെ ഇൻകത്തിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോപ്പിങ്ങിന് ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് ആണെങ്കിലും പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് കിട്ടുന്നത് നമ്മളെ വരവിനനുസരിച്ചിട്ട് നമ്മൾ ചിലവാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ 1 ലക്ഷം മാസം വാങ്ങുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ഒരു 10,000 15,000 മാസം വാങ്ങുന്ന ഒരാളും എത്ര നല്ല രീതിയിലാണ് ഇത് മാനേജ് ചെയ്യണത്, നമ്മളെ ബഡ്ജറ്റിനെ മാനേജ് ചെയ്യണമെന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു മനസ്സമാധാനം എന്ന് പറയണത് അല്ലേ. അപ്പോൾ കുറേ കടങ്ങൾ ഇപ്പോൾ 1 ലക്ഷം വാങ്ങുന്ന 1 ലക്ഷം മാസം കിട്ടുന്ന ഒരാൾക്ക് മൊത്തം കടവും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിലെന്ത് മനസ്സമാധാനമാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ വരവിനൊത്ത് ചിലവാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലീനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത് നമ്മളെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു മീൽ പ്ലാനിങ്ങും അതുപോലെ തന്നെ നല്ല ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷോപ്പ് ചെയ്യാൻ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് നമുക്ക് നമ്മളെ കയ്യിൽ ഭദ്രമായിരിക്കും. നമ്മൾ വിചാരിച്ച പൈസക്ക് നമ്മൾ വിചാരിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 100 റുപ്യ കൊണ്ടിട്ട് ലോഡ് കണക്കിന് സാധനം വാങ്ങണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ നമ്മൾ ആ ഒരു മൈൻഡിൽ വെച്ചിട്ട് നമ്മളെ കയ്യിലുള്ള ലിസ്റ്റ് അനുസരിച്ചിട്ട് നമ്മളെ കയ്യിലുള്ള പൈസക്ക് അനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒറ്റയടിക്ക് ഇപ്പോൾ ബിഗിനർ ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇത് ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ നടന്നോളണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്, കുറേ അറിവുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ പൈസക്ക് ആദ്യം ഇതുപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള മക്കളോടാണ് കേട്ടോ, ചെറിയ പൈസക്ക് ആദ്യം ഇതുപോലെ കുറേ അനിയത്തി കുട്ടികൾ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടാവും, ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചെറിയ രീതിയിൽ ഇതുപോലെ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറേ പൈസ കൊണ്ടുപോയിട്ട് ഫുൾ ആഷ് പോഷാക്കിയിട്ട് ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ മൈൻഡിലൊരു സംഗതിയോ ഇല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാണ്ടിരിക്കുക. കുറേ വേസ്റ്റേജ് വരും. ഫുഡ് വേസ്റ്റ് ആക്കേണ്ടത് നമുക്കറിയാലോ, എത്രയോ ആൾക്കാർക്ക് ഫുഡ് കിട്ടാണ്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു ഫുഡ് വേസ്റ്റ് ആവണ ആ ഒരു രീതിയിലേക്ക് എത്തരുത്. ഇപ്പോൾ പച്ചക്കറീൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് മാത്രം കണക്കാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങാം. നല്ലൊരു മെനു പ്ലാൻ നോക്കിയിട്ട് ഇപ്പം എഴുതി വെച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം നമുക്ക് ഈ ഇന്ന സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത്. അതൊന്നും നമുക്ക് ഷോക്കേസിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന സംഗതികളല്ലല്ലോ, അതൊക്കെ കേടായി പോകുന്ന സംഗതികളാണ്. കുറേ വാങ്ങിക്കൊണ്ടുവന്നാൽ അത് കേടായി പോകില്ലേ. അപ്പോൾ അങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കാണ്ട് നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫാമിലീനും അതുപോലെ തന്നെ നമ്മളെ ബഡ്ജറ്റൊക്കെ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ഉണ്ടാക്കിയ കാശ് അനാവശ്യമായിട്ട് കളയാണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പം പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.